ഇനി നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ അറേ എന്നൊരു ഓപ്ഷനാണ്. അറേ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ടൂൾസിൽ പോയാൽ കിട്ടും. ടൂൾസിൽ പോയാൽ താഴെ വന്നാൽ ഇവിടെ അറേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അറേ എന്നൊരു ഓപ്ഷൻ നമ്മൾ പഠിച്ച കോപ്പിയുടെ തന്നെ മറ്റൊരു രൂപമാണ്. ഇതും അറേയിലും നമ്മൾ കോപ്പി തന്നെയാണ് ചെയ്യുന്നത്, മറ്റൊരു പേര് മറ്റൊരു രീതിയിലാണ് നമ്മൾ അറേ ചെയ്യുന്നത് എന്ന് മാത്രം. നമുക്ക് അറേ എന്താണെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ചെറിയൊരു ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് അടിച്ചു. ഞാൻ ഇതൊന്ന് മാക്സിമൈസ് ചെയ്യുകയാണ്. വ്യൂ പോർട്ട് ഒന്ന് മാക്സിമൈസ് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഇതിന് സൈസ് കൊടുക്കാം. ലെങ്തും വിഡ്ത്തും ഹൈറ്റും നമുക്ക് 10 കൊടുക്കാം. ലെങ്ത് 10 കൊടുത്തു, വിഡ്ത്തിന് ഞാൻ 10 കൊടുത്തു, ഹൈറ്റ് ഞാൻ 10 കൊടുത്തു. ഇനി നമുക്ക് അറേ എന്താണെന്ന് നോക്കാം. അറേ എന്ന് പറഞ്ഞാൽ കോപ്പി തന്നെയാണ്. അറേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം ടൂൾസിൽ വന്നിട്ട് അറേ എന്ന ഓപ്ഷൻ എടുക്കുക. നമുക്കൊരു വലിയ പേജ് അവിടെ ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. 1D, 2D, 3D. 1D എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ഡയറക്ഷണൽ അറേ എന്നാണ്. ഒരു ഡയറക്ഷനിൽ മാത്രം അറേ ചെയ്യാം. 2D എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ഡയറക്ഷണൽ അറേ ആണ്. എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും, ഈ X ഡയറക്ഷനിലേക്ക് ചെയ്യാം, നമുക്ക് Y ഡയറക്ഷനിലേക്ക് ചെയ്യാം. 3 ഡയറക്ഷണൽ അറേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഡയറക്ഷൻ, X ഡയറക്ഷനിലേക്ക് ഒരു അറേ, Y ഡയറക്ഷനിലേക്ക് ഒരു അറേ, Z ഡയറക്ഷനിലേക്ക് ഒരു അറേ, 3 ഡയറക്ഷനിലും അറേ ചെയ്യാം. അതാണ് 3D അറേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായി 1D അറേ എന്താണെന്ന് നോക്കാം. നമ്മൾ 1D എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. കൗണ്ട് 10 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ 10 കൊടുത്തു. 10 കൊടുത്തെന്ന് പറഞ്ഞാൽ 10 ബോക്സിന്റെ 10 കൗണ്ട് കോപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. കൗണ്ട് 10 കോപ്പി. 1 ഡയറക്ഷനിൽ 10 കോപ്പി കിട്ടണം. അതിനുവേണ്ടി ഈ എക്സ് നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ X ഡയറക്ഷൻ ആണ്. ഇങ്ങോട്ട് കോപ്പി എടുക്കാൻ നമ്മൾ X ഡയറക്ഷൻ എടുക്കുക. അവിടെ നമ്മൾ 10 എന്ന് അടിച്ചു കൊടുക്കുക. ഈ 10 അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 10 അടിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്ത വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിവ്യൂ ഓൺ ചെയ്യണം. പ്രിവ്യൂ എന്നുള്ള ബട്ടൺ ഓൺ ചെയ്തു. ഇപ്പൊ നമുക്ക് അറേ വന്നു. എന്തുകൊണ്ട് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിന്റെ ഈ സൈഡ് നമ്മൾ 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 10 കൊടുത്ത് ഡിസ്റ്റൻസ്, 2 ബോക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 10. ആ 10ൽ നിന്ന് അടുത്ത ബോക്സ് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇത് കൂട്ടുന്നതിനനുസരിച്ച് ബോക്സ് അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് 2 ബോക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 കൊടുക്കാം. ഇപ്പൊ കൃത്യമായിട്ട് ഒരു ബോക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 എന്ന രീതിയിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 30 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 30 എന്ന് പറയുന്നത് 2 ബോക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. 1 ഡയറക്ഷനിലെ കൗണ്ടിങ് 10 കൊടുത്തു, 2 എണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 കൊടുത്തു. ഇനി ഞാൻ ഇതിനെ 2 ഡയറക്ഷണൽ അറേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാൻ ഇവിടെ 2 ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെയും ഞാൻ 10 ബോക്സ് എടുക്കാൻ പോവാം. 10 എടുത്തു. അതിന്റെ ഡയറക്ഷൻ നമുക്ക് കൗണ്ടിങ് ഇത് കൊടുക്കുന്നത്, ഇതെന്ന് പറഞ്ഞ കൗണ്ട് ഡിസ്റ്റൻസ് കൊടുക്കുന്നത് നമ്മൾ ഇവിടെയാണ് അതിന്റെ ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 30 എന്നടിക്കുകയാണ്. 30 ഡിസ്റ്റൻസിൽ വരണം. ഓക്കെ, 30 ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, 2 ഡയറക്ഷനിലുള്ള അറേയും നമുക്ക് കിട്ടി. നമുക്ക് ഇത് കൗണ്ടിങ് കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടിങ് കുറച്ച് കൊടുക്കാം. നമുക്ക് 5 കൗണ്ടിങ്ങിൽ ചെയ്യാം. 8, 7, 6, 5. 2 ഡയറക്ഷനിലേക്കും കൗണ്ടിങ് കുറച്ച് കൊടുക്കുകയാണ്. 9, 8 കൗണ്ടിങ് ഞാൻ 2 ഡയറക്ഷനിലേക്കും 5 വെച്ച് ഞാൻ കൗണ്ടിങ് കുറച്ചു. ഇനി ഇതിനെ 3 ഡയറക്ഷണൽ അറേയാക്കി മാറ്റണം. നമ്മൾ 3Dയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്റ്റൻസ് 3D എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എക്സിലേക്കുള്ള അറേഞ്ച് ചെയ്തു, വൈയിലേക്കുള്ള അറേഞ്ച് ചെയ്തു. ഇനി ഒരു ഡയറക്ഷണൽ അറേ മാത്രം കിടക്കുകയാണ്, അത് Z ഡയറക്ഷൻ ആണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഇസഡില് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോക്സസ് എന്ന് പറഞ്ഞിടത്ത് നമ്മൾ 30 Z കൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോക്സസ് 30 ഇൻ Z ഡയറക്ഷൻ. ഓക്കെ, അത് വന്നു. ഇനി ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ടൂൾസിൽ നമ്മൾ അറേ എടുത്തു. X ഡയറക്ഷനിൽ സോറി, ഇവിടെ ഞാൻ കൗണ്ടിങ് കൊടുക്കാൻ വിട്ടുപോയി. പ്രിവ്യൂ ഓൺ ചെയ്യുക.
കൗണ്ടിങ് ഞാൻ 5 കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അത് വരാഞ്ഞത്. ഇതുണ്ട് കൗണ്ടിങ് ഞാൻ 5 കൊടുത്തു. എക്സ് ഡയറക്ഷനിലേക്കും വൈ ഡയറക്ഷനിലേക്കും ഇസഡ് ഡയറക്ഷനിലേക്കും 30ന്റെ അറേ വന്നിരിക്കുകയാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഡിസ്റ്റൻസ് ഞാൻ 30 കൊടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് മാറ്റി കൊടുക്കാം. ടൂൾസിൽ പോയിട്ട് അറേ എടുക്കുക. അറേ എടുത്തിട്ട് രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ പകുതിയാക്കി കൊടുക്കാം. 15 കൊടുത്തു. ഇവിടെ ഞാൻ 15 കൊടുത്തു. ഇവിടെ വൈ ഡയറക്ഷനിലുള്ളത് 15 കൊടുക്കാം. ഈ ഡിസ്റ്റൻസ് ഞാൻ 15 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ പ്രിവ്യൂ ഓൺ ചെയ്യാം. പ്രിവ്യൂ ഓൺ ചെയ്ത് ഞാൻ ഓക്കെ കൊടുക്കുക. ഇത് നമ്മുടെ നേരത്തെ അറയാണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യാൻ. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് കുറച്ച് കൊടുത്തോണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഞാനത് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. നമുക്ക് മറ്റൊരു ബോക്സ് വെച്ച് ഇത് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു ബോക്സ് എടുത്തു. ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. മോഡിഫൈയിൽ പോയിട്ട് അതിന് 10 ലെങ്ത് വിഡ്ത് ഹൈറ്റ് നമ്മൾ 10 ആക്കി കൊടുത്തു. അതിനുശേഷം മൂവ് ടൂൾ ഓൺ ചെയ്തു. ടൂൾസിൽ പോവുക. അറേ എടുക്കുക. വൺ ഡയറക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തു. പ്രിവ്യൂ ആദ്യമേ ഓൺ ആക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് 15 കൊടുത്തു. 2 ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്തു. കൗണ്ടിങ് 5 കൊടുത്തു. ഡിസ്റ്റൻസ് 15 കൊടുത്തു. 3 ഡയറക്ഷനിൽ അറേ ക്ലിക്ക് ചെയ്തു. കൗണ്ട് 5 കൊടുത്തു. ഡിസ്റ്റൻസ് 15 കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് അറേ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാണ് അറേ ചെയ്തതിനുള്ള രീതി. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി പഠിക്കാം. അതിനായി ഞാൻ മിനിമൈസ് ചെയ്യുന്നു. ഇവിടെ വരുന്നു. നമുക്ക് ഇവിടെ ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിൽ പോവുക. രണ്ടാമത്തെ ഓപ്ഷൻ ഇത് ജോമെട്രി. ഈ രണ്ടാമത്തെ ഓപ്ഷനായ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഷേപ്പിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടുന്ന് എലിപ്സ് എടുക്കുക. ഒരു എലിപ്സ് നമുക്ക് വരച്ചു കൊടുക്കാം. ഞാൻ ഒരു എലിപ്സ് വരച്ചു. ഓക്കെ. മൂവ് ടൂള് ഓൺ ചെയ്തു. അതിനുശേഷം ടൂൾസിൽ നിന്ന് അറേ എടുത്തു. ടൂൾസിൽ നിന്ന് അറേ എടുത്തതിന് ശേഷം കൗണ്ടിങ് 1 ഡയറക്ഷനിൽ ഇട്ടു. കൗണ്ടിങ് ഞാൻ 10 കൊടുക്കുകയാണ്. കൗണ്ടിങ് ഞാൻ 10 കൊടുത്തു. അതിനുശേഷം ശ്രദ്ധിക്കുക, ഇവിടെ ഇസഡ് എന്നുള്ളതിൽ ഒരു 10 ഡിസ്റ്റൻസ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. അവിടെ ഒരു 10 കൊടുക്കാം. അതിനുശേഷം പ്രിവ്യൂ ചെക്ക് ചെയ്യുക. 30 അടിക്കാം. ഇസഡ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഇത് നമുക്ക് മാറ്റി കൊടുക്കുക. ഇത് നമ്മൾ വാല്യൂ മാറ്റിയിട്ടില്ല. ഇതിനെ തിരിച്ച് 0 ആക്കാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഓക്കെ. ഈ വാല്യൂ ഇങ്ങനെ കടന്നുകൊണ്ടാണ് വരാഞ്ഞത്. ഈ രീതിയിൽ നമുക്ക് അറേ ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ റീസെറ്റ് ചെയ്ത് ഇതൊന്നുകൂടെ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് റീസെറ്റ് എടുക്കുകയാണ്. റീസെറ്റ് എടുത്ത് ഞാൻ റീസെറ്റ് സേവ് ചെയ്യേണ്ട ഡോണ്ട് സേവ് കൊടുത്തു. യെസ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു എലിപ്സ് വെച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനായ ഷേപ്പിൽ പോവുക. എലിപ്സ് എടുക്കുക. എലിപ്സ് വരച്ചു. അതിനുശേഷം ടൂൾസിൽ നിന്ന് അറേ എടുക്കുക. അറേ എടുത്തതിന് ശേഷം എല്ലാ വാല്യൂസും 0യിൽ കിടക്കുക. കൗണ്ട് ഞാൻ 10 കൊടുത്തു. ഇവിടെ 1 ഡയറക്ഷൻ 10 കൊടുത്തു. ഇവിടെ രണ്ടാമത്തെ റൊട്ടേറ്റ്, നമ്മൾ റൊട്ടേറ്റ് ആണ്. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് പോളാർ അറേ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇസഡിന്റെ വാല്യൂ ഞാൻ 30 അടിച്ചു കൊടുത്തു. ഇസഡിന്റെ വാല്യൂ 30 അടിച്ചു കൊടുത്തു. പ്രിവ്യൂ ചെക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്രിവ്യൂ നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. കളർ മാറ്റി കൊടുക്കാം. കളർ നിങ്ങൾക്ക് മാറ്റി കൊടുത്ത് ചെക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ രീതിയിൽ നമുക്ക് പോളാർ അറേ വെച്ച് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
വീണ്ടും നമുക്ക് മറ്റേ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. മൂവ് സൈസ് ഞാൻ 10 കൊടുക്കുകയാണ്. ഇതിനുശേഷം വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്തു. ഇതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ടൂളായ ഹൈറാക്കി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അഫക്റ്റ് പൈവോട്ടളി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂളിനെ മാറ്റി സെന്ററിലേക്ക് വെക്കുക. ഓക്കെ, അതിനുശേഷം അഫക്റ്റ് പൈവോട്ടളി ബട്ടൺ ഓഫ് ചെയ്യുക. അതിനുശേഷം ടൂൾസിൽ പോവുക, അറേ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം വണ്ടി കൗണ്ട് 10 കൊടുക്കുക. ഇവിടെയും നമുക്ക് ഇസഡിന്റെ വാല്യൂ 30 അടിച്ചു നോക്കാം. അതിനുശേഷം നമുക്കിവിടെ പ്രിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വൺ ഡയറക്ഷൻ കൗണ്ട് 10 കൊടുത്തു. ഇസഡിന്റെ വാല്യൂ ഞാൻ ഇവിടെ 30 കൊടുത്തു. പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. കൗണ്ട് 10 കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, നമുക്ക് കൗണ്ടിങ് കൂട്ടി കൊടുക്കും. ഈ രീതിയിൽ നമുക്ക് പോളാർ അറേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളാർ അറേയും റെക്ടാങ്കുലർ അറേയും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.